കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് എന്നിവയാണ് പ്രധാന ആഹാരങ്ങളെന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചുവല്ലോ. ഇനി ഓരോന്നിൻ്റെയും ഓരോ തരം ആഹാര പദാർത്ഥങ്ങളുടെയും പ്രത്യേകതകൾ നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായി കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജം. ഇത് പ്രധാനമായി കിട്ടുന്നത് അരി ആഹാരം, ഗോതമ്പ്, മരച്ചീനി, കിഴങ്ങ് വർഗ്ഗങ്ങൾ മുതലായവയിൽ നിന്നാണ്. ഇത് പഞ്ചസാരയായി കൺവെർട്ട് ചെയ്യുകയും അത് രക്തത്തിൽ അലിയുകയും അതിലൂടെ ഊർജം നമുക്ക് ലഭിക്കുകയും, അതായത് കായികാധ്വാനം ചെയ്യാനുള്ള ഊർജം നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ഇവ അധികമായാൽ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതിന് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് ഇതിൽ നിന്ന് ഉണ്ടാകുന്ന ഊർജവും അത് മൂലം ഉണ്ടാകുന്ന പഞ്ചസാരയും നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് ഇൻസുലിൻ, പാൻക്രിയാസ് എന്ന അവയവം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ഇൻസുലിൻ സെല്ലുകളിൽ ഒരു താക്കോൽ പോലെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ് മുഖേന ഉണ്ടാക്കുന്ന പഞ്ചസാര സെല്ലുകളിലേക്ക് പ്രവേശിപ്പിക്കാൻ ഈ ഇൻസുലിൻ സഹായിക്കുന്നു. ഈ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കുറയുകയോ അല്ലെങ്കിൽ നമ്മൾ എക്സസ്സായിട്ട് കാർബോഹൈഡ്രേറ്റ് കഴിക്കുകയോ ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കാർബോഹൈഡ്രേറ്റ് കൂടുന്നത് കൊണ്ടാണ് പ്രമേഹം പലർക്കും ഉണ്ടാകുന്നത്. ഈ കാർബോഹൈഡ്രേറ്റ് നിയന്ത്രിക്കുക, അമിതമായി കഴിക്കാതിരിക്കുക. അതായത് മരച്ചീനിയൊക്കെ, ചോറ് മുതലായവ വളരെയധികം ക്രമത്തിലധികം കൂടുതൽ കഴിക്കുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതായത് എക്സസ് ഓഫ് പഞ്ചസാര ഉണ്ടാകുകയും അവയെ ഇൻസുലിൻ മുഖേന സെല്ലുകളിലേക്ക് കയറ്റിവിടാൻ പ്രയാസമായി തീരുകയും ചെയ്യുമ്പോൾ പഞ്ചസാര രക്തത്തിൽ വർദ്ധിക്കുകയും അങ്ങനെയാണ് പഞ്ചസാര രോഗം, അതായത് മധുമേഹം എന്ന് സംസ്കൃതത്തിലും ഡയബറ്റീസ് എന്ന് ഇംഗ്ലീഷിലും പറയുന്ന രോഗത്തിന് കാരണമാകുന്നത്.